തിരുസഭ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഈസ്റ്റർ കഴിഞ്ഞ് 60-ാം ദിവസമാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം. ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഇന്നേക്ക് 50-ാം ദിവസം നമ്മൾ ആഘോഷിക്കുന്ന തിരുനാളാണ് പെന്തക്കോസ്ത തിരുനാൾ. 60-ാം ദിവസം ആഘോഷിക്കുന്ന തിരുനാളാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച, അത് ഇന്നാണ്. പിന്നെ സൗകര്യാർത്ഥം കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാനൊക്കെയുള്ള ക്രമീകരണത്തിന്റെ ഭാഗമായി അത് ഞായറാഴ്ചയായും ആഘോഷിക്കാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ഒരു ചരിത്രമൊക്കെ ധ്യാനിച്ചിരുന്നു. 1263 നടന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചും വിശുദ്ധ കൊച്ചുത്രേസ്യ ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ഉള്ള കഴിഞ്ഞ വർഷത്തെ ദിവ്യകാരുണ്യ തിരുനാൾ ആളിൻ്റെ അന്ന് ഉള്ള നമ്മുടെ പഠനം നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി ഇന്ന് ഒരു 3 മണിയാവുമ്പോൾ അത് വാട്സപ്പ് ഗ്രൂപ്പിൽ ആ ടോക്ക് വീണ്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് കേൾക്കുക. അച്ഛനത് ഇപ്പോൾ ആവർത്തിക്കാതിരിക്കാനും പുതിയ കാര്യങ്ങൾ പറയുന്നതിനും വേണ്ടിയാണ് അച്ഛനത് ഇപ്പോൾ ഒഴിവാക്കുന്നത്. പക്ഷേ നിങ്ങളത് വീണ്ടും കേൾക്കുന്നത്, കേട്ടിട്ടില്ലാത്തവരും കേട്ടിട്ടുള്ളവരും ആ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് വീണ്ടും കേൾക്കുന്നത് നല്ലതായിരിക്കും എന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ എങ്ങനെയാണ് നമ്മെ ഭക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഈശോ ഭക്ഷിച്ച് എങ്ങനെയാണ് നമ്മൾ ഈശോയുടെ ഭക്ഷണമായി തീരുന്നത് എന്നതിനെക്കുറിച്ചും ഈശോ നമ്മെ ഭക്ഷിച്ച് നമ്മെ ഈശോയുടെ ശരീരമാക്കി ഈശോ രൂപാന്തരപ്പെടുത്തുകയാണ്. നമ്മൾ നമ്മളെ തന്നെ ഈശോയുടെ ഭക്ഷണമായി സമർപ്പിക്കണം എന്നൊക്കെയുള്ള പഠനമാണ് ആ പ്രഭാഷണത്തിൽ ഉള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ ആരെയാണ് ഭക്ഷിക്കുന്നത്? ഈശോ നമ്മയാണ് ഭക്ഷിക്കുന്നത്. ഹല്ലേലൂയ. കടൽ കിണറിന്റെ ഭാഗമാവുകയല്ല, കിണറ് കടലിലേക്ക്, കടലാണ് പുഴയെ വിഴുങ്ങുന്നത്, പുഴ കടലിനെ വിഴുങ്ങുകയല്ല. നമ്മൾ ആരാണ്? നമ്മൾ പുഴയല്ല, കനാല്, നമ്മളൊരു കൈത്തോടാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കൈത്തോടായ നമ്മൾ കടലായവനിൽ ലയിച്ചു ചേരുകയാണ്. കടൽ കരം നീട്ടി കൈത്തോടിനെ സ്വീകരിച്ച് ആലിംഗനം ചെയ്യുമ്പോൾ കൈത്തോട് കടലായി മാറുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവർ ദിവ്യകാരുണ്യത്തിലേക്ക് ലയിച്ചു ചേരുകയും ദിവ്യകാരുണ്യമായി നമ്മൾ ആരായി മാറും? നമ്മൾ ഈശോയായി മാറും. നമ്മുടെ ശരീരം ആരുടെ ശരീരമായി മാറും? ഈശോയുടെ ശരീരമായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 30-ാമത്തെ തിരുവചനത്തിൽ, ബൈബിൾ എടുക്കാം, മൊബൈലിൽ ബൈബിൾ ഉള്ളവർക്കും അത് എടുത്ത് കയ്യിൽ പിടിച്ച് തുറക്കാവുന്നതാണ്. വലിയ അഭിഷേകമുള്ളൊരു വചനമാണ്. എഫേസുസ് 5:30 കിട്ടിയോ? വായിക്കാം. യെസ്. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. കൈയടിച്ച് നന്ദി പറയാം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഹല്ലേലൂയ. ഈശോ നമ്മുടെ അവയവമല്ല, നാം ഈശോയുടെ അവയവമാണ്. ഹല്ലേലൂയ. ഈശോ നമ്മുടെ ശരീരമല്ല, നമ്മൾ
ഈശോയുടെ ശരീരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി അപ്പൊ എത്ര ശരീരമുണ്ട്? അപ്പൊ എന്റെ ശരീരം ഈശോയുടെ ശരീരമാണ്. പ്രഭാസനച്ചന്റെ ശരീരം ഈശോയുടെ ശരീരമാണ്. ജോസഫച്ചന്റെ ശരീരം ഈശോയുടെ ശരീരമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ശരീരം ഈശോയുടെ ശരീരമാണ്. നമുക്ക് എല്ലാവർക്കും കൂടി അപ്പൊ എത്ര ശരീരമുണ്ട്? അതാണ് പ്രിയപ്പെട്ടവരെ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്. നമുക്ക് എത്ര ശരീരവും എത്ര ആത്മാവും ഉണ്ടെന്നാണ് പറയുന്നത്. വായിക്കാം. എഫേസുസ് 4:4. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി എത്ര പ്രത്യാശയുണ്ട്? ഒറ്റ പ്രത്യാശ. എന്താണ് ആ പ്രത്യാശ? സ്വർഗത്തിൽ നമ്മൾ ദൈവവുമായി ലയിച്ചു ചേരും എന്ന പ്രത്യാശ. ഹല്ലേലൂയ. നിത്യജീവന്റെ പ്രത്യാശ. അതാണ് ഈശോയിൽ വിശ്വസിക്കുന്നവർ ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കുമെന്ന പ്രത്യാശ. ഹല്ലേലൂയ. അതാണ് ഒരേ പ്രത്യാശ. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരാത്മാവുമാണ് ഉള്ളത്. ആർക്കുള്ളത്? നമുക്കെല്ലാവർക്കും ഒരു ശരീരവും ഒരാത്മാവുമാണ് ഉള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. 1 കൊരിന്തോസ് 12:13. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. നമുക്കെല്ലാവർക്കും കൂടെ ഒറ്റ ശരീരമാണുള്ളത്. ആ ശരീരത്തിന്റെ പേരാണ് ദിവ്യകാരുണ്യ ശരീരം. ദിവ്യകാരുണ്യം. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുന്ന നമ്മൾ ആഘോഷിക്കുന്നത് ആ നമ്മുടെ ഒരു ശരീരത്തിന്റെ തിരുനാൾ. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിന്റെ തിരുനാൾ കൂടെയാണ് ദിവ്യകാരുണ്യ തിരുനാൾ. ഹല്ലേലൂയ. ദിവ്യകാരുണ്യ തിരുനാൾ ഈശോയുടെ ശരീരത്തിന്റെ തിരുനാൾ മാത്രമല്ല, അവന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരത്തിന്റെയും തിരുനാൾ കൂടെയാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഹല്ലേലൂയ. വീണ്ടും കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. 1 കൊരിന്തോസ് 6:17. എടുത്തോ, വായിക്കാം. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏകാത്മാവായി തീരുന്നു. കരമുയർത്തി വീശിക്കൊണ്ട് പറയാം. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏകാത്മാവായി തീരുന്നു. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏകാത്മാവായി തീരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ശരീരം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഫിസിക്കൽ ബോഡി എന്നതിനേക്കാൾ ഒരു സ്പിരിച്വൽ ബോഡിയാണ്. ആത്മീയമായ ശരീരമാണ്. കർത്താവുമായി സംയോജിക്കുന്ന 2 പേരെ ചിന്തിക്കുക. ഈശോയുമായി എങ്ങനെയാണ് സംയോജിക്കുന്നത്? ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ ഒരാൾ ഈശോയുമായി സംയോജിക്കുന്നു, വേറൊരാൾ ഈശോയുമായി സംയോജിക്കുന്നു. ആദ്യം സംയോജിച്ച ആൾക്ക് ഈശോയുമായി ഒരാത്മാവാണുള്ളത്. മറ്റേയാൾക്കും ഈശോയുമായി ഏകാത്മാവാണുള്ളത്. അപ്പോൾ 2 പേർക്കും ഇപ്പോൾ ആരുടെ ആത്മാവുണ്ട്? ഈശോയുടെ ആത്മാവുണ്ട്. എല്ലാവരിലും അങ്ങനെ ഈശോയുടെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നതിനെയാണ് ഏക ശരീരം, ഏകാത്മീയ ശരീരം എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ.
ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യുന്ന, യഥാർത്ഥത്തിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എന്താണുള്ളത്? ഏക ആത്മീയ ശരീരമാണ്, ഏകാത്മാവാണുള്ളത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അങ്ങനെ ഏകാത്മാവായി തീരുമ്പോൾ ആ സമൂഹം മുഴുവൻ ഒറ്റ കുടുംബമായി, ഒരൊറ്റ ആത്മീയ ശരീരമായി, ഒറ്റ സ്പിരിച്വൽ ബോഡിയായി, വിഘടിക്കപ്പെടാത്ത, കലഹിക്കാത്ത, സ്വാർത്ഥതയില്ലാത്ത, വിദ്വേഷം പുലർത്താത്ത, തിന്മ നിരൂപിക്കാത്ത, ആസക്തികളാൽ കലുഷിതമാകാത്ത ഒറ്റ ശരീരമായി, ഒറ്റ കുടുംബമായി ലോകം മുഴുവൻ മാറുന്നതിനെ കുറിച്ച് ഈശോ പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21 മുതൽ. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി, പിതാവേ, അങ്ങെന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വായിക്കാം 22. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം, പിതാവായ ദൈവം പുത്രന് കൊടുത്ത മഹത്വമാണ് അവന്റെ ഇഹലോകത്തിലുള്ള ശരീരവും അവന്റെ സ്വർലോകത്തിലുള്ള ശരീരവും. അവന്റെ ഫിസിക്കൽ ബോഡി, അവന്റെ സ്പിരിച്വൽ ബോഡി പിതാവായ ദൈവം പുത്രനായ ദൈവത്തിന് കൊടുത്ത മഹത്വമാണ്. ഹല്ലേലൂയ. ഈ ശരീരത്തിലാണ് പുത്രൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹം അതിന്റെ പൂർണ്ണമായ അളവിൽ വെളിപ്പെടുത്തിയത്. ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെടുന്ന സാഹചര്യമാണ് ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ നീതി പൂർണ്ണമായി വെളിപ്പെടുന്നതിനെയാണ് ദൈവമഹത്വം എന്ന് പറയുന്നത്. അങ്ങനെ ദൈവമഹത്വം പൂർണ്ണമായി വെളിപ്പെട്ട ഈശോയുടെ ശരീരം. ഹല്ലേലൂയ. അപ്പോ പുത്രൻ പറയാണ്, അങ്ങ് എനിക്ക് തന്ന ഈ മഹത്വം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ഈ മഹത്വം, ഈ ശരീരം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നത്? 23 വായിക്കാം. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഈശോയാകുന്ന ശരീരം സ്വീകരിച്ച് ഈശോയുടെ ശരീരമായി മാറി. എല്ലാവരും ഈശോയുടെ ശരീരമായി മാറി. ഇപ്പോൾ ഒറ്റ ശരീരം, സഭ മുഴുവൻ ഒറ്റ ശരീരം, ഈശോയുടെ ശരീരം. സഭ മുഴുവൻ ഒറ്റ ആത്മാവ്, ഈശോയുടെ ആത്മാവ്. ഹല്ലേലൂയ. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ ഈ ശരീരം വഴി ഈശോ പൂർണ്ണമായും ആരിലായിരിക്കുന്നു? നമ്മളിലായിരിക്കുന്നു. പിതാവ് പൂർണ്ണമായും ആരിലായിരിക്കുന്നു? പുത്രനിലായിരിക്കുന്നു. അപ്പോൾ പിതാവ് പൂർണ്ണമായും വസിക്കുന്നവനായ പുത്രൻ പൂർണ്ണമായും നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂടാരമായി, സക്രാരിയായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിന് ഈ ഭൂമിയിലുള്ള ഒരു സ്വർഗമായി മാറിയിരിക്കുകയാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂടാരമാക്കി മാറ്റുന്ന, നമ്മെ ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റുന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാന. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. തുടർന്ന് എന്നിലും ആയിരിക്കുന്നു, അങ്ങനെ
അങ്ങെന്നെ അയച്ചുവെന്നും അങ്ങെന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. ഈ ദിവ്യകാരുണ്യത്തിലൂടെ, ഈ ദിവ്യകാരുണ്യ സ്നേഹത്തിലൂടെ, മുറിയപ്പെടുന്ന അപ്പത്തിലൂടെ, ചിന്തപ്പെടുന്ന രക്തത്തിലൂടെ അങ്ങെന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ അവരെ സ്നേഹിച്ചുവെന്ന് ലോകം അറിയട്ടെ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പിതാവായ ദൈവം പുത്രനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പിതാവായ ദൈവം ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനെയും സ്നേഹിക്കുന്നുവെന്ന് ലോകമറിയട്ടെ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു കുഞ്ഞേ, ദൈവം നിന്നെ സ്നേഹിക്കുന്നെന്നാളും തന്നേകസൂനുവെ പോലെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു കുഞ്ഞേ. പടം. ദൈവം നിന്നെ സ്നേഹിക്കുന്നു കുഞ്ഞേ, ദൈവം നിന്നെ സ്നേഹിക്കുന്നെന്നാളും തന്നേകസൂനുവെ പോലെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു കുഞ്ഞേ. ഹല്ലേലൂയ. പിതാവായ ദൈവം നമ്മെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? പുത്രനായ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്രയും വചനങ്ങൾ ആമുഖമായി പറഞ്ഞുകൊണ്ട് അച്ഛൻ ദിവ്യകാരുണ്യ തിരുനാളിന്റെ പെയ്ട്രണസ് ആയിട്ടുള്ള ഒരു വിശുദ്ധയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കോർപ്പസ് ക്രിസ്തി എന്ന തിരുനാളിന്റെ പ്രത്യേക പെയ്ട്രണസ്, മധ്യസ്ഥയായിട്ടുള്ള ഒരു വിശുദ്ധയുണ്ട്. തിരുഹൃദയ ഭക്തിയുടെ പ്രത്യേക മധ്യസ്ഥയായിട്ടുള്ള വിശുദ്ധയുടെ പേരെന്താണ്? വിശുദ്ധ മാർഗ്രേറ്റ് മേരി അലക്കോക്ക് എന്നാണ്. അടുത്ത ആഴ്ച നമ്മൾ തിരുഹൃദയത്തെക്കുറിച്ച്, തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കാരണം അടുത്ത വ്യാഴാഴ്ച കഴിഞ്ഞു വരുന്ന അടുത്ത വ്യാഴാഴ്ച എന്ന് പറയുന്നത് 26-ാം തീയതിയാണ്. 27-ാം തീയതി വെള്ളിയാഴ്ചയാണ് തിരുഹൃദയ തിരുനാൾ. ദിവ്യകാരുണ്യ തിരുനാളിന്റെ 8-ാം ദിവസമാണ് അടുത്ത വ്യാഴാഴ്ച. 8-ാം ഇടം കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചയാണ് തിരുഹൃദയ തിരുനാൾ എന്നതാണ് അതിന്റെ തിരുനാളിന്റെ ഒരു കണക്ക്. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ മാർഗ്രേറ്റ് മേരി അലക്കോക്ക് ഈശോയുടെ തിരുഹൃദയ ഭക്തിയുടെ പ്രചാരകയും മധ്യസ്ഥയുമായിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഡിവൈൻ മേഴ്സിയുടെ പ്രത്യേക മധ്യസ്ഥ ആരാണ്? വിശുദ്ധ ഫൗസ്റ്റീനയായിരിക്കുന്നത് പോലെ, കോർപ്പസ് ക്രിസ്തി എന്ന് പറയുന്ന ഈശോയുടെ പരിശുദ്ധ ശരീരത്തിന്റെയും രക്തത്തിന്റെയും തിരുനാളിന്റെ മധ്യസ്ഥയാണ് വിശുദ്ധ ജൂലിയാന ഓഫ് ലിജിയിലെ, ബെൽജിയം എന്ന് പറയുന്ന രാജ്യത്തിലെ ലിജി എന്ന് പറയുന്ന ഒരു രൂപതയുണ്ട്. അവിടെ ഉള്ള വിശുദ്ധ ജൂലിയാന. ഹല്ലേലൂയ. 1192 ഈ വിശുദ്ധ ജനിച്ചത്. 5 വയസ്സുള്ളപ്പോഴേക്കും അവളുടെ മാതാപിതാക്കളെ, അവൾക്കൊരു ടിൻ സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു, ആഗ്നസ് എന്നാണ് പേര്. അവരുടെ മാതാപിതാക്കളെ അവർക്ക് നഷ്ടപ്പെട്ടു. അനാഥരായി തീർന്നു. 5-ാം വയസ്സിൽ അനാഥരായി തീർന്ന ഇവർ രണ്ടുപേരും ഒരു നോർബർട്ടൈൻ സിസ്റ്റേഴ്സിന്റെ സമൂഹത്തിലാണ് പിന്നീട് വളർന്നു വന്നത്. നോർബർട്ടൈൻ സന്യാസ പുരുഷന്മാരുടെ സന്യാസ സമൂഹം നമുക്ക് മാനന്തവാടിയിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയൊരു കവാടമൊക്കെ. നോർബർട്ടൈൻ പ്രയർ എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നോർബർട്ടൈൻ കന്യാസ്ത്രീയായി 13-ാമത്തെ വയസ്സിൽ കോൺവെന്റിൽ ചേർന്ന വിശുദ്ധ ജൂലിയാന തന്റെ 18-ാമത്തെ വയസ്സ് മുതൽ ഈശോയുടെ ദർശനങ്ങൾ അവൾക്ക് ലഭിക്കാൻ തുടങ്ങി. തന്റെ 16-ാമത്തെ വയസ്സ് മുതൽ ഈശോയുടെ ദർശനങ്ങൾ അവൾക്ക് ലഭിക്കാൻ തുടങ്ങി. 20 വർഷത്തോളം തുടർച്ചയായി അവൾക്ക് ഈശോയുടെ ദർശനങ്ങൾ ഉണ്ടാവുകയും ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുന്നതിന്റെ ആവശ്യകത
അവൾക്ക് അടയാളങ്ങളിലൂടെ ഈശോ വെളിപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. പക്ഷേ പാവപ്പെട്ട കൊച്ചു സിസ്റ്റർ ഇതാരോടും കുറെ നാളുകൾ 10-20 വർഷം ആരോടും പറഞ്ഞില്ല. പിന്നീട് ഈ സഹോദരി ആ കോൺവെന്റിലെ പ്രയറസ് ആയിട്ട് മാറി, മദർ സുപ്പീരിയർ ആയിട്ട് മാറിയപ്പോൾ തന്റെ കുമ്പസാരക്കാരനായിരുന്ന ജോൺ എന്ന് പറയുന്ന ഒരു വൈദികനോട് ഈശോ തനിക്ക് പ്രത്യക്ഷപ്പെട്ടതും ദിവ്യകാരുണ്യ തിരുനാൾ സഭയിലില്ലാത്തത് സഭയെ സംബന്ധിച്ച് ഒരു കുറവാണെന്നും ഒരു ഫുൾ മൂൺ, ഈ വിശുദ്ധ ജൂലിയാനയ്ക്കുണ്ടായ ഒരു ദർശനം എന്ന് പറയുന്നത് ഒരു പൂർണ്ണ ചന്ദ്രന്റെ ഒരു ദർശനമാണ്. പൂർണ്ണ ചന്ദ്രനിൽ ഒരു കറുത്ത മാർക്ക് കിടക്കുന്നത്, അപൂർണത കിടക്കുന്നത് തിരുസഭയിൽ ദിവ്യകാരുണ്യ തിരുനാളിന്റെ അപൂർണതയാണ്, അതിന്റെ കുറവാണ് എന്ന് അവൾക്ക് വെളിപ്പെട്ട് കിട്ടിയത് ഈ വൈദികനോട് പറഞ്ഞു. ആ വൈദികൻ അത് രൂപതയിൽ അത് അവതരിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, 1146 ആദ്യമായി ഈ രൂപതയിൽ മാത്രം, ലീജി എന്ന് പറയുന്ന രൂപതയിൽ മാത്രം ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കാൻ തീരുമാനമുണ്ടായി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ തിരുസഭയിൽ ആദ്യമായി കോർപ്പസ് ക്രിസ്തി എന്ന തിരുനാൾ ആഘോഷിച്ചത് 1246 അതിനുശേഷമാണ്. അപ്പോൾ അങ്ങനെ ആ രൂപതയിൽ മാത്രം തിരുനാൾ ആഘോഷിച്ചു തുടങ്ങി. പക്ഷേ തിരുസഭയിൽ, ആഗോള കത്തോലിക്ക സഭയിലേക്ക് ഈ തിരുനാൾ ഏറ്റെടുക്കണമെങ്കിൽ അത് പരിശുദ്ധ പിതാവ് തീരുമാനിക്കണം. പിന്നീടാണ് അതിനുശേഷം, അപ്പോൾ ഈ സംഭവം നടക്കുന്നത് 1246. അതിനുശേഷം 1263 അച്ഛൻ കഴിഞ്ഞ വർഷം നിങ്ങളോട് പറഞ്ഞ ബോൾസനയിൽ നടന്ന ജർമ്മൻ വൈദികനായിരുന്ന പീറ്റർ എന്ന് പറയുന്ന ജർമ്മൻ വൈദികൻ ബലിയർപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന്, തിരുവോസ്തിയിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങുകയും അൾത്താരയിൽ വിരിച്ചിരുന്ന തുണിയിൽ മുഴുവൻ രക്തം നിറയുകയും ആ ദിവ്യകാരുണ്യ അത്ഭുതം തിരുസഭ അംഗീകരിച്ച് അതിന്റെ പിറ്റേ വർഷം തന്നെ, വിശുദ്ധ തോമാസ് അക്വീനാസിന്റെ ഒക്കെ കാലഘട്ടമാണ്, വിശുദ്ധ തോമാസ് അക്വീനാസ് ആണ് പരിശുദ്ധ കുർബാനയുടെ സാർവത്രിക സഭയിലെ തിരുനാളിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എഴുതിയുണ്ടാക്കിയത്. പിറ്റേ വർഷം 1264 ആഗോള കത്തോലിക്ക സഭയിൽ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ കത്തോലിക്ക സഭയിൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് ഇത് 761 വർഷമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അമ്മ ത്രേസ്യ പറഞ്ഞൊരു വാചകമുണ്ട്. അമ്മ ത്രേസ്യയുടെ ആത്മകഥയുടെ 30-ാം അധ്യായത്തിൽ 30-ാം അധ്യായത്തിൽ 11-ാമത്തെ ഖണ്ഡികയിൽ അമ്മ ത്രേസ്യ എഴുതുകയാണ്, The feast of Corpus Christi is one of my favorite devotions. പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട തിരുനാളുകളിൽ ഒന്നാണ് എന്ന്. അമ്മ ത്രേസ്യ പരിശുദ്ധ കുർബാനയുടെ ഭക്തിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അമ്മ ത്രേസ്യയുടെ മക്കളായ നമ്മൾ ഇന്ന് പ്രത്യേകമായി തിരുനാളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതിന്റെ ഒന്നാമത്തെ ചിന്ത ഇതാണ്: പരിശുദ്ധ കുർബാന, പ്രിയപ്പെട്ടവരെ, ഒരടയാളമല്ല. എന്തല്ല? അടയാളമല്ല. എന്താണ് അടയാളം? നമുക്കിവിടെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപമുണ്ട്, അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപമുണ്ട്, കർമ്മലനാഥയുടെ തിരുസ്വരൂപമുണ്ട്, ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപമുണ്ട്, ക്രൂശിത രൂപമുണ്ട്. ഈ രൂപങ്ങളെല്ലാം എന്താണ്? അടയാളങ്ങളാണ്. ദൈവസാന്നിധ്യത്തിന്റെ, ദൈവസ്നേഹത്തിന്റെ അടയാളമാണ്. പക്ഷേ
ദിവ്യകാരുണ്യം ഒരടയാളമല്ല, അതൊരു സാന്നിധ്യമാണ്. അത് പൂർണ്ണമായും ഈശോ തന്നെയാണ്. കൈയടിച്ച് നന്ദി പറയാം. ഇംഗ്ലീഷിൽ അതിനെ റിയൽ പ്രസൻസ് എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ ഇവിടെ നിൽക്കുന്നത് അച്ഛന്റെ അടയാളമാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ അച്ഛനാണോ നിൽക്കുന്നത്? അടയാളമാണോ? ശരിക്കും അച്ഛൻ മുറിയിലിരിക്കുകയാണോ? ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും ഈശോ സ്വർഗത്തിലിരിക്കുകയല്ല, ശരിക്കും ഈശോ തന്നെയാണ് ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആദ്യം ഇതാണ് നമ്മൾ പറയാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോടൊക്കെ ഒന്ന് പറയട്ടെ, ഈ വചന ശുശ്രൂഷ കഴിയുന്നത് വരെ ഇരിക്കുന്നിടത്ത് നിന്ന് ആരും എഴുന്നേൽക്കുന്നതല്ല. ഹല്ലേലൂയ. യെസ്. അപ്പോൾ അമ്മ ത്രേസ്യ, ചില ആളുകള് അമ്മ ത്രേസ്യ കേട്ടു ചില ആളുകൾ ഇങ്ങനെ പറയുന്നത്, അതായത് ഇങ്ങനെയാണ് അവർ പറഞ്ഞത്, ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ എന്തൊക്കെ ഭാഗ്യമുള്ളവരായിരുന്നു. ചില കന്യാസ്ത്രീമാര് സ്നേഹം കൊണ്ട് പറയുന്നതാണ്, ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്ക് ഈശോയുടെ കൂടെ നടക്കാൻ പറ്റി, ഈശോയുടെ കൂടെ ചിരിക്കാൻ പറ്റി, ഈശോ അപ്പം വർദ്ധിപ്പിച്ച് കൊടുത്തപ്പോൾ അത് കഴിക്കാൻ പറ്റി, ഈശോ അത്ഭുതങ്ങൾ നടത്തിയത് കാണാൻ പറ്റി, അപ്പോൾ ഈശോയുടെ കൂടെ നടക്കാൻ പറ്റി, അവരെന്തൊരു ഭാഗ്യമുള്ളവരായിരുന്നു എന്ന് ചില ആളുകൾ പറഞ്ഞതിനെ കുറിച്ച് അമ്മ ത്രേസ്യ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നമ്മൾ അവരെക്കാൾ ഭാഗ്യമുള്ളവരാണ്. കാരണം നമ്മുടെ കൂടെ ഇന്ന് നടക്കുകയും നമ്മുടെ കൂടെ നമ്മുടെ മുൻപിൽ ഇരിക്കുകയും കൂടെ വസിക്കുകയും നമ്മോട് സംസാരിക്കുകയും നമ്മൾ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്ന ഈശോ പിതാവിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ട ആ ഈശോയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. റിയൽ ഈശോയാണ്. അതായത് മഹത്വത്തിന്റെ പൂർണ്ണതയുള്ള ഈശോ നമ്മുടെ കൂടെ വസിക്കുകയാണ്. നമ്മൾ ഈശോയുടെ ശരീരത്തിൽ ഗലീലയിലും ജെറൂസലേമിലും ഒക്കെ വചനം പ്രഘോഷിച്ച ഈശോയുടെ കാലഘട്ടത്തിൽ ഈശോയുടെ കൂടെ ജീവിച്ചവരെക്കാൾ ഭാഗ്യമുള്ളവരാണ്. കാരണം ദ യൂക്കറിസ്റ്റിക് പ്രസൻസ് ഈസ് മോർ റിയൽ. ഹല്ലേലൂയ. അപ്പൊ ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈശോയുടെ കൂടെ ജീവിച്ചിരുന്നവര്, ഈശോ വേറെ എവിടെയെങ്കിലും പോയാൽ അവരുടെ കൂടെ ഈശോ ഇല്ല, അല്ലേ? അവർക്ക് ലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് പ്രസൻസ് ആണ്. ഈശോ ഗലീലയിലായിരിക്കുമ്പോ ഈശോ ജെറൂസലേമിൽ ഇല്ല. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഈശോ എല്ലാ സമയത്തും യഥാർത്ഥത്തിൽ ഈശോ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നിത്യപുരോഹിതനായ ഈശോ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന കറയും കളങ്കവുമില്ലാത്ത കുഞ്ഞാട്, മരണത്തെ തോൽപ്പിച്ചവൻ, എല്ലാറ്റിന്റെയും മേൽ, ആകാശത്തിന്റെയും ഭൂമിയുടെയും മേൽ അധികാരമുള്ളവൻ, പിതാവിന്റെ മുൻപിൽ തന്റെ വിശ്വസ്തത തെളിയിച്ചവൻ, മനുഷ്യപാപങ്ങൾക്ക് പരിഹാരം ചെയ്തവൻ, രാജാതിരാജനായവൻ എന്റെ കൂടെയുണ്ട്. ദ റിയൽ പ്രസൻസ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. എന്താണ് പ്രിയപ്പെട്ടവരെ റിയൽ എന്ന് പറയുമ്പോ? അവൻ കാണുന്നു, അവൻ കേൾക്കുന്നു, അവൻ അറിയുന്നു. എന്താണ് അൺറിയൽ? അതാണ് ദൈവത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ്. ദൈവം നമ്മെ കാണുന്നു, ദൈവം നമ്മെ കേൾക്കുന്നു, ദൈവം നമ്മെ തൊടുന്നു, സ്പർശിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കല്ലിന് കാണാൻ കഴിയില്ല, ഒരു മരത്തിന് കേൾക്കാൻ കഴിയില്ല, ഒരു വിഗ്രഹത്തിന്, ഒരു മൂർത്തിക്ക് കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, ചലിക്കാൻ കഴിയില്ല, നമ്മെ തോളിലെടുത്ത് നടക്കാൻ കഴിയില്ല, നമ്മളെ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ കഴിയുകയില്ല, നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് വചനം ചോദിക്കുന്നത്, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത ഈ വിഗ്രഹത്തോടാണോ നീ പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. ഓക്കെ, ശരി. അപ്പോൾ ഈശോയുടെ സാന്നിധ്യം ദ റിയൽ പ്രസൻസ് ആണ്. അമ്മ ത്രേസ്യ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി രണ്ടാമതായി അമ്മ ത്രേസ്യ തൻ്റെ കൂടെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമുണ്ട്. നമുക്ക്
അത് പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല. കാരണം അമ്മ ത്രേസ്യയുടെ കാലഘട്ടത്തിൽ പ്രതിദിനമുള്ള ദിവ്യകാരുണ്യ സ്വീകരണം ഇല്ലായിരുന്നു. ഓരോ പ്രാവശ്യവും കുമ്പസാരക്കാരന്റെ പ്രത്യേക അനുവാദത്തോടുകൂടെ മാത്രം വല്ലപ്പോഴും മാസത്തിലൊന്നോ ആഴ്ചയിലൊന്നോ ഒക്കെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണമാണ് അനുവദിച്ചിരുന്നത്. 10-ാം പിയൂസ് മാർപ്പാപ്പയാണ് 1912 മുതൽ മാർപ്പാപ്പയായിരുന്ന 10-ാം പിയൂസ് മാർപ്പാപ്പയാണ് പ്രതിദിനം എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള അനുവാദം എല്ലാവർക്കുമായി സഭയിൽ തുറന്നു കൊടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അമ്മ ത്രേസ്യയുടെ കാലഘട്ടത്തിലും മറ്റ് ആ നൂറ്റാണ്ടുകളിലൊക്കെ ഡെയിലി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന കാര്യമില്ലായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് പേടിയായിരുന്നു. ആ സമയത്ത് അമ്മ ത്രേസ്യ, ഓർക്കണം, 500 കൊല്ലങ്ങൾക്ക് മുമ്പ് അമ്മ ത്രേസ്യ തൻ്റെ കൂടെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. നിങ്ങൾ പരമാവധി പ്രാവശ്യം കുമ്പസാരക്കാരനോട് അനുവാദം മേടിച്ച് പരമാവധി പ്രാവശ്യം ദിവ്യകാരുണ്യം സ്വീകരിക്കണം. കാരണം ഓരോ പ്രാവശ്യവും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഈശോയുമായിട്ടുള്ള നമ്മുടെ ഐക്യത്തിൽ നമ്മൾ ആഴപ്പെടുകയാണ്. ഹല്ലേലൂയ. എന്താണ് അമ്മ ത്രേസ്യ പറഞ്ഞത്? ഓരോ പ്രാവശ്യവും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഈശോയുമായിട്ടുള്ള ഐക്യത്തിൽ നമ്മൾ പുതിയ ഒരു ആഴത്തിലേക്ക്, പുതിയൊരു തലത്തിലേക്ക് ബലപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ സ്വീകരിച്ചതുപോലെയല്ല ഇന്ന് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതെന്ന് ചുരുക്കം. അതുകൊണ്ട് എല്ലാ ദിവസവുമുള്ള ദിവ്യകാരുണ്യ സ്വീകരണം നമ്മെ ഇതൊരാവർത്തനത്തിന്, ഇന്നലെ സ്വീകരിച്ചു, ഇന്നും സ്വീകരിച്ചു, നാളെയും ഇങ്ങനെ തന്നെ സ്വീകരിക്കും എന്നുള്ളൊരു ആവർത്തനത്തിലേക്കല്ല. ഓരോ ദിവ്യകാരുണ്യ സ്വീകരണവും നമ്മെ ദൈവവുമായിട്ടുള്ള ഐക്യത്തിന്റെ ഒരു പുതിയ ആഴത്തിലേക്കാണ് നയിക്കുന്നത്. കൈയടിച്ച് നന്ദി പറയാം, ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ ഇന്നലെ സ്വീകരിച്ചല്ലേ, ഇന്നിനി സ്വീകരിച്ചില്ലേലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കരുതെന്ന്. അത് മാത്രമല്ല, ഇന്നലെ സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ ഒരാഴത്തിലേക്ക് ഇന്നെൻ്റെ ദിവ്യകാരുണ്യ സ്വീകരണം ഈശോയുമായിട്ടുള്ള ഐക്യത്തിൻ്റെ ആഴത്തിലേക്ക് എന്നെ നയിക്കുന്നുണ്ട് എന്ന കുറച്ചുകൂടെ വിറയലോടുകൂടെ വേണം ഓരോ ദിവസവും ആ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വേണ്ടി നമ്മൾ കരം നീട്ടാൻ, അധരം, നാവ് നീട്ടാൻ. ഹല്ലേലൂയ. അതാണ് അമ്മ ത്രേസ്യ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. ദിവ്യകാരുണ്യം ശക്തിയുടെ ഉറവിടവും വിശുദ്ധിയിൽ വളർത്തുന്നതുമായ കൂദാശയാണ്. നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്ന വിശുദ്ധി മതിയോ? ഇന്നുള്ള വിശുദ്ധി മതിയോ? ചിലർക്കൊക്കെ അത് മതി എന്ന് തോന്നുന്നോണ്ടാണോ? പറയുന്നില്ലല്ലോ. ഇന്നുള്ള വിശുദ്ധി മതിയോ? എല്ലാവരും പറഞ്ഞിട്ടില്ല. പോരാന്ന് പറയുന്നവർക്ക് കൂടുതൽ കൊടുക്കുള്ളൂ. എനിക്ക് ഇന്നുള്ളതൊക്കെ മതി അച്ചു, ഇതൊക്കെ തന്നെ കൂടുതലാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിറഞ്ഞിരിക്കുന്നതിലേക്ക് വീണ്ടും ഒഴിക്കാൻ പറ്റുമോ? ഇല്ല. പലരും നിറഞ്ഞിരിക്കുകയാണ്, ഇനി ഒന്നും ഒഴിക്കാൻ ഇല്ല. നിനക്ക് വല്ലതും വേണമെങ്കിൽ ഞാൻ തരാം, നിനക്ക് വല്ലതും പഠിക്കാനുണ്ടെങ്കിൽ എന്നീന്ന് പഠിച്ചോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കൂടുതൽ വിശുദ്ധി വേണം, നമുക്ക് കൂടുതൽ ശക്തി വേണം. ഹല്ലേലൂയ. ചിലവര് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് ഈശോയ്ക്ക് ഒരു ഫേവർ ചെയ്ത് കൊടുക്കുന്നത് പോലെയാണ്. സ്വീകരിച്ചേക്കാം. നമുക്ക് കുറവുള്ളത് കൊണ്ട് സ്വീകരിക്കുന്നതല്ല. ഇനിയിപ്പോൾ ആൾക്കാരെന്തെങ്കിലും വിചാരിക്കും, ഞാൻ ഇനി സ്വീകരിക്കാൻ പോയില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഞാൻ എന്തോ പാപം ചെയ്തിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാനും പോയി സ്വീകരിക്കാം.
പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ പറയുകയാണ്, ഓരോ ദിവസവും കൂടെ കൂടെ സ്വീകരിക്കുക. കാരണം നമുക്ക് ശക്തിയുടെ കുറവുണ്ട്, വിശുദ്ധിയുടെ കുറവുണ്ട്. നമ്മെ ശക്തിയിൽ വളർത്തുന്നത്, വിശുദ്ധിയിൽ വളർത്തുന്നത് ഈശോയാണ്. ഈ ദിവ്യകാരുണ്യ സ്വീകരണം നമ്മെ ആത്മീയമായി ശക്തിയുള്ളവരും കൂടുതൽ വിശുദ്ധിയുള്ളവരുമാക്കി തീർക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഇരുട്ടത്താണ് ഇരിക്കുന്ന എന്ന് മനസ്സിലാക്കുന്ന ആൾക്ക് ലൈറ്റ് ഇടുക എന്നതൊരു പ്രശ്നമുള്ളൂ. കണ്ണ് കാണാത്ത അന്ധന് ലൈറ്റ് ഇട്ടാൽ എന്ത്, ഇട്ടില്ലെങ്കിൽ എന്ത്, അല്ലേ? അന്ധന് കറണ്ട് പോയി എന്ന് വിചാരിച്ച് അന്ധൻ ടെൻഷൻ അടിക്കോ? ഇല്ല. ആരാണ് കറണ്ട് പോയതിനെ കുറിച്ച് വിഷമിക്കുന്നത്? കണ്ണ് കാണുന്നവനാണ്. ഇതുപോലെ ഈശോയെ സ്വീകരിക്കാൻ പറ്റാത്തതിനെ കുറിച്ച് വിഷമിക്കുന്നത് ആരാണ്? കണ്ണ് കാണുന്നവരാണ്. ആ കുറവിനെ കുറിച്ച്, ഇതാ എനിക്ക് ഈശോ ഇല്ല എന്നതിൻ്റെ കുറവ് കാണുന്നതിനെയാണ് കാഴ്ച എന്ന് പറയുന്നത്. ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഈശോ ഇല്ല, പക്ഷെ അയാൾ പറയാണ് എനിക്കൊരു കുഴപ്പമില്ല. അന്ധന് കറണ്ട് ഇല്ലെങ്കിൽ എന്ത് കുഴപ്പം? അത്രേ ഉള്ളൂ. എനിക്ക് പള്ളി പോവാതിരുന്നിട്ട് എനിക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഞാൻ പ്രാർത്ഥനയല്ലാത്തതുകൊണ്ട് എനിക്കെന്തൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഇല്ല. അന്ധന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ കാഴ്ചയുള്ളവൻ പറയും, അയ്യോ എനിക്ക് ഈശോയെ കിട്ടിയില്ലല്ലോ, കറണ്ടില്ലല്ലോ. അത് കാഴ്ചയുള്ളവൻ പറയുന്ന ഡയലോഗാണ്. പ്രിയപ്പെട്ടവരെ, പലർക്കും കാഴ്ചയില്ലെന്ന്, ഈശോയെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് സങ്കടമില്ലെന്ന്, കറണ്ട് പോയത് അറിഞ്ഞിട്ടില്ലെന്ന്, വിളക്ക് കെട്ടുപോയത് അറിഞ്ഞിട്ടില്ലാത്തവൻ. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ കാഴ്ചയുള്ളവരൊരു കാര്യം മനസ്സിലാക്കുന്നു, എനിക്കിന്ന് ഈശോയെ കൂടാതെ ജീവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് അച്ഛൻ കണ്ടിട്ടുണ്ട്, ഇവിടെ ഈ ആലയത്തിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് ഓടിയെത്തുന്നവര്, രാത്രി എത്ര വൈകി കിടന്നവരാണെങ്കിലും കുർബാനയ്ക്ക് ഓടിയെത്തുന്നവര്, ഇന്ന് എനിക്ക് കുർബാന കൂടാൻ പറ്റിയില്ല, എനിക്കിന്ന് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പറ്റിയില്ല എന്ന് സങ്കടത്തോടെ വന്ന് പറയുന്നവര്, എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ വേണമെങ്കിൽ പോയി പങ്കെടുക്കാൻ സാധ്യതയുള്ളവരൊന്ന് കരമുയർത്താവോ? വേണമെങ്കിൽ ആഞ്ഞു പിടിച്ചാൽ പള്ളിയിൽ പോകാൻ പറ്റുന്നവര്, ഓക്കെ. പോകുന്നവര് കൈ ഉയർത്താവോ? ഓക്കെ. രണ്ടുമുണ്ട്. പോകാൻ പറ്റുന്നവര് വേണമെന്ന് വെച്ചാൽ പോകാം. പോകുന്നുണ്ടോ? ഇല്ല. പള്ളിയുടെ അടുത്താണോ വീട്? അതെ. എന്താ പോകാൻ പറ്റാത്തത്? എഴുന്നേറ്റപ്പ് വൈകിപ്പോയി. എന്താണ് എഴുന്നേറ്റപ്പ് വൈകിയത്? കിടന്നപ്പോ നേരത്തെ ആയിപ്പോയി. പല കാരണങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യകാരുണ്യ തിരുനാളിൽ അച്ഛൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഇവിടെ നിങ്ങൾ ഇത്രയും മഴയൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ മഴ പെയ്യുന്ന ഒരു സമയത്ത്, ഇപ്പൊ മഴയില്ലാതെ നിൽക്കുന്ന ഈശോയ്ക്ക് കൈയടിച്ച് നന്ദി പറയാം. നിങ്ങളുടെ എത്രമാത്രം താല്പര്യവും സ്നേഹവും ഒക്കെ ഈശോയോടുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ആലയത്തിലേക്ക് നിങ്ങൾ ഇത്രയും പേര്. അച്ഛൻ വിചാരിച്ചിരുന്നത് കസേരയൊക്കെ നൊഴിഞ്ഞു കടക്കാൻ സാധ്യതയുണ്ടെന്നാണ്. കാരണം അതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ നിറഞ്ഞിരിക്കുന്ന വിധത്തിൽ ഈ ആലയത്തിലേക്ക് ഓടി വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടായത് ഈശോയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. അതിൽ 1% പോലും സംശയമില്ല. പക്ഷെ അതോടൊപ്പം അച്ഛൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ, അനുദിന ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള എല്ലാവരും നിങ്ങളുടെ ഏറ്റവും അടുത്ത ദേവാലയത്തിൽ പ്രഭാതത്തിലെ ദിവ്യബലിക്ക് പോകാൻ 100% പരിശ്രമിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
കാരണം ഓരോ ദിവ്യബലിയും ദിവ്യകാരുണ്യവും നമ്മെ കൂടുതൽ വിശുദ്ധിയിൽ വളർത്തുന്നു, ശക്തിയിൽ വളർത്തുന്നു. മൂന്നാമതായി അമ്മ ത്രേസ്യ പറഞ്ഞു, ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷമുള്ള സമയത്തെക്കുറിച്ച്. അത് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനുള്ള സമയമാണ്. ഈശോ നമ്മളിലേക്ക് ഇതാ കയ്യും കാലുമുള്ള ഈശോ, കണ്ണും കാതുമുള്ള ഈശോ, ചങ്കും കരളുമുള്ള ഈശോ, നമ്മോട് സംസാരിക്കുന്ന ഈശോ, നമ്മെ കേൾക്കുന്ന ഈശോ രാജാതിരാജനായി കടന്നു വരികയാണ്. അങ്ങനെ രാജാതിരാജനായി കടന്നു വരുന്ന ഈ ഈശോയ്ക്ക് ഒരു പരാതിയുള്ളതായി ഫൗസ്റ്റീനയോട് ഈശോ വെളിപ്പെടുത്തിയത് നമ്മൾ വായിക്കുന്നുണ്ട്. ഫൗസ്റ്റീനയോട് ഈശോ ഒരിക്കൽ പറഞ്ഞു, ഞാൻ കൈ നിറയെ വിത്ത് ഹാൻഡ് ഫുൾ ഓഫ് ഗ്രേസസ് എന്നാണ് ഈശോ പറഞ്ഞത്. ഞാൻ കൈ നിറയെ അനുഗ്രഹങ്ങളുമായി ആത്മാക്കളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരെന്നെ മൃതമായ ഒരു വസ്തുവിനെ പോലെ, ദേ കൺസിഡർ മീ ലൈക്ക് എ ഡെഡ് ഒബ്ജക്റ്റ്. അവരെ സ്വീകരിക്കുന്നു, പിന്നെ എന്നെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നു, അയാൾക്ക് വേണ്ടി നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുന്നു, പിന്നെ നമ്മൾ അയാളെ കുറിച്ച് ചിന്തിക്കാത്തതുപോലെ ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞു, പിന്നെ നമ്മൾ ഈശോയെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല എന്ന് ഈശോ ഒരിക്കൽ ഫൗസ്റ്റീനയോട് പരാതി പറഞ്ഞപ്പോൾ ഫൗസ്റ്റീന പറഞ്ഞു, എൻ്റെ ആത്മാവിൻ്റെ നിധിയായ ഈശോയെ, മാലാഖമാർ നിത്യതയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്നെ ആരാധിക്കുന്നത് പോലെ ഞാനിതാ നിന്നെ എൻ്റെ ഹൃദയത്തിൽ, നിനക്കല്ലാതെ വേറെ ആർക്കും പ്രവേശനമില്ലാത്ത എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ആത്മാവിൻ്റെ നിധിയായ ഈശോയെ ഞാൻ നിന്നെ ആരാധിച്ചുകൊണ്ട് ആത്മാക്കൾ നിന്നെ അവഗണിക്കുന്നതിന് ഞാനിതാ എന്നാൽ കഴിയുന്ന വിധത്തിൽ പരിഹാരം ചെയ്യുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈശോ അതുകൊണ്ട് കടന്നു വരുമ്പോ അമ്മ ത്രേസ്യ ഓർമ്മിപ്പിക്കുകയാണ്, ഈശോ കടന്നു വന്ന ഈ മഹാദാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഈശോയെ, പാപിയും ബലഹീനനും അയോഗ്യനും കുറവുകളുള്ളവനുമായ കളങ്കമുള്ളവനായ എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വന്നതിന് ഞാൻ നിനക്കൊരു കോടി നന്ദി പറയുന്നു. എൻ്റെ അയോഗ്യതയിലേക്ക് നീ കടന്നു വന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ അമ്മ ത്രേസ്യ പറയുകയാണ്, നിങ്ങളുടെ ഭാവന മുഴുവനും നിങ്ങൾ ഉപയോഗിക്കുക. എന്താണ് ഭാവന? ഈശോ ഇതാ കടന്നു വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഭാവന ഉപയോഗിച്ച് നമ്മൾ കാണുകയാണ്, മറിയം ഈശോയുടെ കാൽ ചുവട്ടിലിരുന്നത് പോലെ. പരിശുദ്ധ കന്യാമറിയമല്ല, മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ മറിയം, ലാസറിന്റെ സഹോദരിയായ മറിയം ഈശോയുടെ കാൽ ചുവട്ടിലിരുന്ന് വചനം കേട്ടതുപോലെ ഞാനിതാ ഈശോയുടെ കാൽ ചുവട്ടിലിരുന്ന് ഈശോ ഇന്ന് എന്നോട് പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. സുവിശേഷത്തിലൂടെ ഈശോ പറഞ്ഞത്, വൈദികന്റെ അതരത്തിലൂടെ ഈശോ പറഞ്ഞത്, ഇതാ ഈശോ എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ ഭാവനയിൽ കാണുകയാണ്. എൻ്റെ ഉള്ളിലെ ആ പറുദീസിൽ, ആ പളുങ്ക് കൊട്ടാരത്തിൽ ഈശോ വന്നൊരു സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കുന്നു, ഞാൻ അവിടുത്തെ കാൽച്ചുവട്ടിലിരിക്കുന്നു. പാപിനിയായ സ്ത്രീ ഈശോയുടെ കാൽച്ചുവട്ടിലേക്ക് ഓടി വന്നിട്ട് അവൻ്റെ പാദം കണ്ണീര് കൊണ്ട് കഴുകുകയും തലമുടി കൊണ്ട് ഒപ്പുകയും ചെയ്തതുപോലെ ഞാനിതാ ഈശോയുടെ കാൽച്ചുവട്ടിലിരുന്ന് എൻ്റെ ഇന്ന് വരെയുള്ള പാപങ്ങൾക്ക്, ഇതുവരെ ഞാൻ ചെയ്തു പോയ പാപങ്ങൾക്ക് അനുതപിച്ചുകൊണ്ട് കണ്ണീര് കൊണ്ട് അവൻ്റെ കാല് കഴുകുകയും അവൻ്റെ പാദങ്ങളിൽ ചുംബിക്കുകയും ചെയ്യുന്നത്, ഇതുവരെ ഞാൻ ചെയ്ത പാപങ്ങൾ ഇനി ഒരു നാളും ചെയ്യാതിരിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് അവൻ്റെ കാൽച്ചുവട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ എൻ്റെ ഭാവനയിൽ കാണുകയാണ്. സമരിയാക്കാരി സ്ത്രീ ഈശോയോട്, ഈശോയെ ആ ജലം എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഈശോയുടെ കാൽച്ചുവട്ടിലിരുന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ എൻ്റെ ഭാവനയിൽ കാണുകയാണ്.
സഖ്യൂസ് ഈശോയെ ഭവനത്തിൽ സ്വീകരിച്ചതുപോലെ എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ ഈശോയെ സ്വീകരിക്കുന്നത് എൻ്റെ ഭാവനയിൽ കാണുകയാണ്. ബർത്തമയൂസ് ഈശോയെ നിലവിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ നിലവിളിക്കുന്നത് ഞാൻ എൻ്റെ ഭാവനയിൽ, ഞാനാണ് നിലവിളിക്കുന്നതെന്ന് ഭാവനയിൽ കാണുകയാണ്. കുഷ്ഠരോഗികൾ ഈശോയുടെ മുമ്പിൽ നിലവിളിച്ചതുപോലെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ഓരോ കഥാപാത്രത്തെയും അമ്മ ത്രേസ്യ പറയുകയാണ്, ബൈബിളിൽ കഥാപാത്രങ്ങളെ വായിച്ചിട്ട് ആ കഥാപാത്രം നീയാണെന്ന് കരുതുക. എന്നിട്ട് ഈശോയുടെ കാൽച്ചുവട്ടിലിരുന്ന് അവൻ പറയുന്നത് കേൾക്കുക, അവനോട് സംസാരിക്കുക. ഹല്ലേലൂയ. അവനെ സ്നേഹിക്കുക, മാലാഖമാരെ പോലെ അവനെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ദിവ്യകാരുണ്യം നമ്മുടെ നാവിൽ അലിഞ്ഞു തീരാൻ 15 മുതൽ 30, നാവിലല്ല, നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞ് മൊത്തം അത് ഡൈല്യൂട്ട് ആവാൻ 15 മുതൽ 30 വരെ മിനിറ്റ് എടുക്കും. ഈശോയുടെ ഫിസിക്കൽ പ്രസൻസ്. പിന്നെ ദിവസം മുഴുവനുള്ളത് ഈശോയുടെ സ്പിരിച്വൽ പ്രസൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പോൾ താങ്ക്സ് ഗിവിംഗ് അമ്മ ത്രേസ്യ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഈശോ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോ ഈശോയെ കൺമുൻപിൽ കണ്ടാൽ എന്നതുപോലെ നമുക്ക് അനുഗ്രഹങ്ങൾ, നമ്മെ സഹായിച്ച ഒരാളെ നമ്മൾ കൺമുൻപിൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഭക്ഷണം ഇല്ലായിരുന്നു, ഭക്ഷണത്തിന് പണം തന്ന ആള്. നമ്മുടെ കൊച്ചിന്റെ കല്യാണം നടന്നിട്ടില്ലായിരുന്നു, കൊച്ചിന്റെ കല്യാണം നടത്തി തന്ന ആള്. നമ്മുടെ കൊച്ചിന് ജോലിയില്ലായിരുന്നു, ജോലി തന്ന ആള്. സന്താന സൗഭാഗ്യമില്ലായിരുന്നു, സന്താനം സൗഭാഗ്യം തന്ന ആള്. നമ്മൾ രോഗിയായിരുന്നു, സൗഖ്യം തന്ന ആള്. ഈ സൗഖ്യം തന്ന ആള് എല്ലാം. വീടില്ലായിരുന്നു, വീട് തന്ന ആള്. നമുക്കൊന്നുമില്ലായിരുന്നു, നമുക്കെല്ലാം തന്നവൻ ഇതാ കൺമുമ്പിൽ വന്ന് നിൽക്കുമ്പോ നമ്മൾ എന്ത് പറയും? യെസ്, രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് അവിടത്തേക്ക് കൃതജ്ഞതാ സ്തോത്രം പാടും. ഹല്ലേലൂയ, നന്ദി പറയും. അതാണ് ഇതാ കൺമുമ്പിൽ വരുന്നത്. എനിക്കെല്ലാം തന്നുകൊണ്ടിരിക്കുന്നവനാണ്, എൻ്റെ ശ്വാസത്തെ നിലനിർത്തുന്നവനാണ്, എൻ്റെ ഹൃദയമിടിപ്പിനെ നിലനിർത്തുന്നവനാണ്, എൻ്റെ ശരീരത്തിലെ രക്തധമനികളെ ക്രമപ്പെടുത്തിയവനാണ്, ശരീരത്തിലെ ഓരോ കോശത്തിൻ്റെയും ചലനത്തെ, തരംഗങ്ങളെ ക്രമപ്പെടുത്തിയവനാണ്, എൻ്റെ DNA നിശ്ചയിച്ചവനാണ് എൻ്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നത്. എൻ്റെ കണ്ണിന് കാഴ്ചയും കാതിന് കേൾവിയും തന്നവനാണ് ഈ കൺമുമ്പിൽ നിൽക്കുന്നത്. അവനോട് ഞാൻ എന്തു പറയും? പക്ഷേ പ്രിയപ്പെട്ടവരെ, അവൻ കൺമുമ്പിൽ ചങ്കിന്റെ ഉള്ളിൽ വരുമ്പോ നമുക്ക് അവനോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവൻ ഉള്ളിൽ വന്നതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ സമയം നോക്കും, അയ്യോ ബസ് വരാറായല്ലോ. ഹല്ലേലൂയ. നമ്മൾ അവൻ വന്നതും മറന്നു, അവൻ ഉള്ളിൽ വസിക്കുന്നതും മറന്നു, നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് ഓട്ടമായി. അമ്മ ത്രേസ്യ അതിനെയാണ് പറയുന്നത്. യെസ്, അടുത്തതായി അമ്മ ത്രേസ്യ പറയാണ്, സ്പിരിച്വൽ നറിഷ്മെന്റ്. ദൈവം തന്നെ ഏൽപ്പിച്ച വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് ദിവ്യകാരുണ്യ സ്വീകരണം തന്നെ എത്രമാത്രം ശക്തിപ്പെടുത്തിയെന്ന് അമ്മ ത്രേസ്യ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവം പ്രിയപ്പെട്ടവരെ നമ്മെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇല്ലേ, ഒരു കുടുംബത്തിലെ ഒരു അപ്പനെ എത്രയോ കാര്യങ്ങളാണ് കുടുംബവുമായി ബന്ധപ്പെട്ട്, ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട്, മക്കളുമായി ബന്ധപ്പെട്ട്, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട്, സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട്, അയൽക്കാരുമായി ബന്ധപ്പെട്ട്, ഇടവക സമൂഹവുമായി ബന്ധപ്പെട്ട് എത്രയോ കാര്യങ്ങളാണ് ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരു കുടുംബത്തിലൊരു അപ്പനെ, ഒരമ്മയെ, ഒരു ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ. ഈ കാര്യങ്ങൾ ചെയ്യാൻ ഓർത്തു നോക്കിയാൽ നമുക്ക് ശക്തിയില്ല. ഇതെങ്ങനെ ചെയ്യും? ഇതെങ്ങനെ ചെയ്യും? ഒരു കൊച്ചു വന്നിട്ട്, ഒരു 29 വയസ്സുള്ള ഒരു മകൻ വന്നിട്ട് അച്ഛന് ചോദിച്ചു, അച്ഛാ എന്താടാ? ഒരു പുതിയ സംശയമാണ്, ഞാൻ കല്യാണം കഴിച്ചാൽ ശരിയാവുമെന്ന്. ഞാൻ കല്യാണം കഴിച്ചാൽ ശരിയാകുമോ? അച്ഛൻ അറിഞ്ഞൂടാ. എന്താണ് നിന്റെ സംശയത്തിന്റെ കാരണം? അല്ല, എനിക്ക് അവളെ നന്നായിട്ട് നോക്കാൻ പറ്റുമോ? എനിക്ക് നല്ലൊരു ഭർത്താവായിട്ട് ജീവിക്കാൻ പറ്റുമോ?
എനിക്ക് മക്കളുണ്ടായാൽ ആ മക്കൾക്ക് ഞാൻ നല്ലൊരു അപ്പനായിരിക്കുമോ? അവരെ എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റുമോ? എന്തായാലും അച്ഛൻ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെയും ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതൊന്നും നോക്കാതെ ഓടിപ്പോകുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഒരു നല്ല ഭർത്താവായിരിക്കാൻ കഴിയുമോ? എനിക്ക് നല്ലൊരു ഭാര്യയായി എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുമോ? എനിക്ക് നല്ലൊരു അമ്മയായിരിക്കാൻ കഴിയുമോ? എനിക്ക് നല്ലൊരു അപ്പനായിരിക്കാൻ കഴിയുമോ? കാശുണ്ടാക്കാൻ പറ്റുമെന്നല്ലേ ചോദ്യം. എനിക്ക് ജോലി കിട്ടുമോ എന്നുള്ളതല്ലേ ചോദ്യം. ജോലി കിട്ടിയാൽ ആ ജോലി നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമില്ലേ? അതാണ് ചോദ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ചാണ് അമ്മ ത്രേസ്യ പറയുന്നത്. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന വലിയ കാര്യങ്ങൾ, ഇതെല്ലാം ചെയ്യാൻ പറ്റും എന്ന ഒരു ശക്തിയോടുകൂടെ ഒന്നുമല്ല ആരും ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു പൗരോഹിത്യ ജീവിതത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും ചെയ്യാൻ പറ്റും എന്ന ചിന്തയോടുകൂടെ ഒന്നുമല്ല ആരും അച്ഛനാവുന്നതും ആരും കന്യാസ്ത്രീ ആവുന്നതും. അല്ലേ? നമുക്ക് കുറച്ച് സഹോദരി സിസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു സന്യാസ സമർപ്പണ ജീവിതം ആരംഭിക്കുന്നതോ, ഒരു പൗരോഹിത്യ ജീവിതം ആരംഭിക്കുന്നതോ, ഒരു കുടുംബ ജീവിതം ആരംഭിക്കുന്നതോ, ഇതെല്ലാം ചെയ്യാനുള്ള കഴിവ് എനിക്ക് ഉണ്ട്, ഇനി അങ്ങോട്ട് തുടങ്ങാം എന്ന് പറഞ്ഞിട്ടല്ല ആരും ജീവിതം ആരംഭിക്കുന്നത്. അമ്മ ത്രേസ്യ പറയുകയാണ്, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് ദിവ്യകാരുണ്യ സ്വീകരണം ഓരോ ദിവസവും നമ്മെ ശക്തിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, നമുക്കില്ലാത്തത് കർത്താവ് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചാമതായി അമ്മ ത്രേസ്യ പറയുകയാണ്, ദിവ്യകാരുണ്യ സ്വീകരണത്തിന് നമുക്ക് വേണ്ട ഒരു പുണ്യമാണ് ആത്മപരിത്യാഗമെന്നത്. നമുക്ക് ശക്തി കിട്ടും. നമുക്ക് ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ ഭൗമിക മനുഷ്യൻ ദൈവിക മനുഷ്യനായി മാറും. മനുഷ്യ സ്വഭാവമുള്ളവൻ ദൈവ സ്വഭാവമുള്ളവനായി മാറും. പക്ഷേ ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് നമുക്ക് വേണ്ടൊരു പുണ്യമാണ് ഡിറ്റാച്ച്മെന്റ്, ആത്മപരിത്യാഗം. ദിവ്യകാരുണ്യത്തിലുള്ള ദൈവസാന്നിധ്യം ആസ്വദിക്കണമെങ്കിൽ ഒരാത്മാവിന് ഈ ലോകത്തോടുണ്ടായിരിക്കേണ്ട വിരക്തിയെക്കുറിച്ച് വിശുദ്ധ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും കൈയിട്ട് വരവിയിട്ടല്ല, കാലിട്ടടിച്ചിട്ടല്ല ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വേണ്ടി നീ പോകേണ്ടത്. പാപത്തോട്, ലോകത്തിലെ മോഹങ്ങളോട്, തിന്മകളോട്, അഴുക്കുകളോട് നീ അകന്നു നിന്നിട്ട്, അതിനെയാണ് വിരക്തി എന്ന് പറയുന്നത്. പാപത്തിൽ നിന്ന് അകന്നു നിന്ന് വിശുദ്ധമായ ഒരു ഹൃദയത്തോടുകൂടെ ആയിരിക്കണം. ഈശോ പറയുന്നത് പോലെ മത്തായിയുടെ സുവിശേഷം 16:24, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കൈയടിച്ച് നന്ദി പറയാം. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 17-ാമത്തെ തിരുവചനം, 2 കൊറിന്തോസ് 6:17, ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. എപ്പോഴാണ് ഈശോ നമ്മെ സ്വീകരിക്കുന്നത്? കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നതും ഈശോ നമ്മെ സ്വീകരിക്കുന്നതുമാണ്. എപ്പോഴാണ് ഈശോ നമ്മെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ അവരെ വിട്ടിറങ്ങി വരികയും അവരിൽ നിന്ന്, അവരെ വിട്ടെന്ന് പറഞ്ഞ വിഗ്രഹാരാധകരെ കുറിച്ചാണ് പറയുന്നത്, അവരെ വിട്ടിറങ്ങി വരികയും, പാപം ചെയ്യുന്നവരുടെ കൂട്ടുകെട്ടിനെ കുറിച്ചാണ്. ആ പാപം ചെയ്യുന്നവരുടെ കൂട്ടുകെട്ട് വിട്ട് നീ ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ.
അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഹല്ലേലൂയ. മദ്യപിച്ചുകൊണ്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞ് തിരിച്ചു വന്ന് കുടിക്കാനുള്ളത് ഒരുക്കി വെച്ചിട്ട് പോകുന്നവരുണ്ട്. നോയമ്പ് വീടിയിട്ട് വേണം. ഹല്ലേലൂയ. അപ്പോൾ അശുദ്ധമായതിൽ നിന്ന് നിന്നെ തന്നെ വിരക്തി, അമ്മത്രേസ്യ പറയാണ്, ഡിറ്റാച്ച് യുവർ സെൽഫ് ഫ്രം ദ വേൾഡ്. ഈശോയെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ആറാമതായി നിനക്കുണ്ടായിരിക്കേണ്ടത് ജീവിക്കുന്ന വിശ്വാസമാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ജീവിക്കുന്ന വിശ്വാസം? നമുക്ക് വിശ്വാസമുണ്ട്, വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വിശ്വാസമുണ്ട്. നമ്മുടെ പേരൊക്കെ എവിടെയുണ്ട്? പള്ളിപ്പുസ്തകത്തിലൊക്കെ ഉണ്ട്. ഓക്കെ, ശരി, വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തെ എങ്ങനെയാണ് ജീവിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്? ഇതാ ഈശോ എൻ്റെ മുമ്പിലുണ്ട്. അപ്പത്തിന്റെ രൂപത്തിലാണെങ്കിലും അവൻ മറഞ്ഞിരിക്കുന്ന, അമ്മത്രേസ്യ ഉപയോഗിക്കുന്ന വാക്ക് ഈസ് ഡിസ്ഗൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് ബ്രെഡ്. മറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ വേഷപ്രച്ഛന്നനായിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, ജോസേട്ടന്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഇവിടെ വന്നിരിക്കുന്നത് പോപ്പാണെന്ന് വിചാരിക്കുക. വേഷപ്രച്ഛന്നനായി വന്നിരിക്കുകയാണ്. തൊപ്പിയൊക്കെ മാറ്റി, ഉടുപ്പൊക്കെ മാറ്റി, ഷർട്ടും മുണ്ടൊക്കെ കൊടുത്ത് വന്നിരിക്കുക. വേഷപ്രച്ഛന്നനായിരിക്കുന്നത് പോപ്പാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അപ്പോൾ അങ്ങനെ അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? ഉദാഹരണം അത്ര വലിയ നല്ല ഉദാഹരണം അല്ലെങ്കിലും കാര്യം മനസ്സിലാവുന്നുണ്ട്. നമ്മൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? രാജാവ് വേഷപ്രച്ഛന്നനായി ഒരു യാചകനെ പോലെ തെരുവിലിരിക്കുകയാണ്. ആ ഇരിക്കുന്നത് രാജാവാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ യാചകനോട് നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? ആ യാചകന്റെ മുമ്പിലൂടെ പോകുമ്പോൾ നിങ്ങൾ ആ യാചകന്റെ മുമ്പിൽ മുട്ടുകുത്തി ശിരസ് നമിച്ചിട്ടായിരിക്കും പോകുന്നത്. കാരണം നിങ്ങൾക്കറിയാം ആ വേഷപ്രച്ഛന്നനായിരിക്കുന്നത് രാജാവാണ് എന്ന്. ഹല്ലേലൂയ. രാജാവ് വേഷപ്രച്ഛന്നനായിരിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ രാജാവിനെ അവഗണിക്കുകയോ ഒരു കല്ലെടുത്തെറിയുകയോ ചെയ്യുകയില്ല. ഹല്ലേലൂയ. അവഗണിക്കുകയില്ല. അതാണ് എന്റെ പോയിന്റ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈശോ ദിവ്യകാരുണ്യത്തിൽ മറ്റൊരു രൂപത്തിൽ ഇരിക്കുകയാണെങ്കിലും നമുക്ക് 100 അല്ല 1000 വട്ടം അറിയാം അത് നമ്മുടെ ഈശോ തന്നെയാണ് എന്ന് കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ഈശോയുടെ ആ അറിവിന്റെ ഇന്റൻസിറ്റി, അതിനെയാണ് ജീവിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. ഈ ജീവിക്കുന്ന വിശ്വാസത്തിന് പല തലങ്ങളുണ്ടെന്നേ. എല്ലാവരുടെയും, നിങ്ങളുടെ ഇടത്തിരിക്കുന്ന ആളുടെ വിശ്വാസം പോലെയല്ല നിങ്ങളുടെ വലത്തിരിക്കുന്ന ആളുടെ വിശ്വാസം. നിങ്ങളുടെ ഇടതും വലതും ഇരിക്കുന്ന ആളുടെ വിശ്വാസം പോലെയല്ല അവരുടെ രണ്ടുപേരുടെയും നടുക്കിരിക്കുന്ന ആളുടെ വിശ്വാസം. കിട്ടില്ലേ? ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരുടെയും വിശ്വാസത്തിന്റെ തലത്തിന് നീ എത്രമാത്രം നിനക്ക് വിശ്വാസമുണ്ട് എന്നത് അളക്കാൻ നീ എത്രമാത്രം ഈശോയുടെ സാന്നിധ്യത്തെ ഭയപ്പെടുകയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛനൊരു 14 പേജാണ് ഇന്നത്തെ പ്രസംഗത്തിന് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത്. 3-ാമത്തെ പേജ് കഴിയാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം 1 മണിയായിട്ടുണ്ട്. എന്തായാലും ഇത്രയും മതി. ഇത്രയും മതി. നിങ്ങളിത് ആവർത്തിച്ചൊന്നുകൂടെ ഒന്ന് കേട്ടാൽ മതി. ആദ്യം പറഞ്ഞതൊക്കെ
വചനങ്ങൾ പറഞ്ഞതും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കുറച്ച് വേഗമായിട്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ എടുത്ത് വീണ്ടും കേൾക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദിവ്യകാരുണ്യത്തിൽ ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അമ്മ ത്രേസ്യ പറയാണ്, ബി വിത്ത് ഹിം വില്ലിംഗ്ലി. ഈശോയോട് കൂടെ ബോധപൂർവമായിരിക്കുക. ബി വിത്ത് ഹിം വില്ലിംഗ്ലി. നമ്മൾ ഒരാൾ വീട്ടിൽ വന്നിട്ടുണ്ട്, അയാളുടെ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്തിരിക്കുന്നുണ്ട് നമ്മൾ, പക്ഷേ നമ്മുടെ മനസ്സ് പല കാര്യങ്ങളിലാണ്. നമ്മൾ സീരിയൽ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് വീട്ടിലൊരു ഗസ്റ്റ് വന്നത്. അപ്പോൾ നമ്മൾ ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് ചേട്ടനോട് ഇരിക്കാൻ പറഞ്ഞു. എപ്പോൾ വന്നു, എങ്ങനെ വന്നു, വണ്ടി കിട്ടിയോ, മനസ്സിൽ പറയാണ് വരാൻ കണ്ടൊരു നേരം. വന്നപ്പോൾ എന്താ വൈകിപ്പോ. അപ്പം അത്രയെങ്കിലും പറയുന്നുണ്ട്. പക്ഷേ ചില പിള്ളേർ വീട്ടിലെ ആൾ വന്നു കഴിയുമ്പോൾ അവർ വേറെ ഏതെങ്കിലും മുറിയിൽ പോയിരുന്ന് അവരുടെ ഫോൺ കാണും. അവർ മുറിയിൽ സ്വീകരണ മുറിയിൽ ഇരുന്ന് ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ പെട്ടെന്ന് മുറിയിലേക്ക് പോയി. കൊച്ചെങ്ങാട് പോയതാണ്, നാളെ പരീക്ഷ ഉണ്ട്, പഠിക്കാൻ പോയതാ. ബി വിത്ത് ഹിം വില്ലിംഗ്ലി. പൂർണ്ണമായ ബോധത്തോടുകൂടെ നമ്മുടെ ചിന്തയും വാക്കും എല്ലാം കൂടെ അമ്മ ത്രേസ്യ പറയുന്ന അമ്മ ത്രേസ്യയുടെ അതേ വാക്കുള്ള ബി വിത്ത് ഹിം വില്ലിംഗ്ലി. അടുത്തായിട്ട് അമ്മ ത്രേസ്യ പറയാണ്, don't lose so good an occasion for conversing with him. ഈശോയുമായി സംസാരിക്കാനുള്ള ഏറ്റവും നല്ല സമയത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. Reflect that this is the most advantageous hour for the soul. ആത്മാവിന് ഏറ്റവും ഫലദായകമായ ഒരു സമയമാണ് ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷമുള്ള സമയം. ഏറ്റവും ലാഭകരമായ സമയമാണ് ഈ സമയം എന്ന് ഭാവനയിൽ കാണുക. നമ്മൾ ഈശോയോടൊപ്പം ചെലവഴിക്കുന്നത് ഈശോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സമയമാണ്. നമ്മൾ ഈശോയോടൊപ്പം ചെലവഴിക്കുന്നത് ഈശോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സമയമാണിത്. ടേക്ക് ഗ്രേറ്റ് കെയർ നോട്ട് ടു ലൂസ് ഇറ്റ്. ആ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വലിയ കെയർ, ടേക്ക് ഗ്രേറ്റ് കെയർ നോട്ട് ലൂസ് ഇറ്റ്. ആ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. മദ്രസ തുടർന്ന് പറയുന്നു, this is a good time for our master to teach us and for us to listen to him. ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷമുള്ള സമയം നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സമയവും നമുക്ക് ഈശോയെ കേൾക്കാനുള്ള ഏറ്റവും നല്ല സമയവുമാണ്. ആ സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. ദിസ് ഈസ് എ ഗുഡ് ടൈം ഫോർ അവർ മാസ്റ്റർ ടു ടീച്ച് us and for us to listen to him. ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല സമയമാണിത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർ ദൈവരാജ്യം അവകാശമാക്കും എന്ന് ഈശോ നമ്മുടെ ഹൃദയത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന സമയമാണത്. ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടാൽ, കുഞ്ഞെ, മകളെ, മകനെ, യുവാവേ, യുവതി, നിനക്കെന്ത് ലാഭമെന്ന് നമ്മുടെ ഹൃദയത്തോട് ദൈവം ചോദിക്കുന്ന ഒരു സമയമാണത്. ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല സമയം, നമുക്ക് ഈശോയെ കേൾക്കാനുള്ള ഏറ്റവും നല്ല സമയമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ ത്രേസ്യ എഴുതുകയാണ്, ആഫ്റ്റർ ഹാവിംഗ് റിസീവ്ഡ് ദ ലോർഡ്, സിൻസ് യു ഹാവ് ദ പേഴ്സൺ ഓഫ് ജീസസ് ഹിംസെൽഫ് പ്രസന്റ്, സ്ട്രൈവ് ടു ക്ലോസ് the eyes of the body and open those of the soul and look into your own heart. ദിവ്യകാരുണ്യം സ്വീകരിച്ചതിന് ശേഷം ഈശോ തന്നെ നമ്മുടെ ഹൃദയത്തിൽ സന്നിഹിതനായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കണ്ണുകളടക്കാനും, നമ്മുടെ ശരീരത്തിൻ്റെ കണ്ണുകളടക്കാനും, നമ്മുടെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്ന് അവൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് കാണാനും വേണ്ടി പരിശ്രമിക്കുക. അമ്മ ത്രേസ്യ പറയുന്നു, ഞാൻ നിങ്ങളോട്
പറയുന്നു. ഐ ടെൽ യു എന്നിട്ട് പറയാം, ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഓരോ പ്രാവശ്യവും ദിവ്യകാരുണ്യം സ്വീകരിച്ച ശേഷം ആ ഒരു അവബോധത്തിന് വേണ്ടി ഈശോ തന്നെയാണ്. ഈശോ തൻ്റെ കണ്ണും കാതും കൊണ്ട്, കയ്യും കാലുമുള്ള ഈശോ, കണ്ണും കാതുമുള്ള ഈശോ, അധരമുള്ള ഈശോ, ഹൃദയമുള്ള ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന അവബോധത്തിന് വേണ്ടി. പ്രിയപ്പെട്ടവർ, ഈ അവബോധം നമുക്ക് വെറുതെ കിട്ടുകയില്ല. ഈ അവബോധം വെറുതെ കിട്ടുകയില്ല. ദിവ്യകാരുണ്യം സ്വീകരിച്ചു എന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഈ അവബോധം കിട്ടുകയില്ല. ആ അവബോധത്തിന് വേണ്ടി പ്രയത്നിക്കുക. ഹല്ലേലൂയ. ഈശോ എന്നെ കാണുന്നവനും എന്നെ കേൾക്കുന്നവനും എന്നോട് സംസാരിക്കുന്നവനുമായി എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഈശോ എന്നെ കാണുന്നു, ഈശോ എന്നെ കേൾക്കുന്നു, ഈശോ എന്നോട് സംസാരിക്കുന്നവനുമായി എൻ്റെ കൂടെയുണ്ടെന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ആഴത്തിൽ അവബോധത്തിലേക്ക് വരിക. അവൻ അപ്പത്തിൻ്റെ രൂപത്തിൽ വേഷപ്രച്ഛന്നനായിട്ടാണ് വരുന്നതെങ്കിലും അവനെ നമ്മൾ തിരിച്ചറിയാതിരിക്കുന്നില്ല. അവനെ കാണാൻ നമുക്ക് എത്രമാത്രം ആഗ്രഹമുണ്ടോ അത്രമാത്രം നമ്മൾ അവനെ തിരിച്ചറിയും, അനുഭവിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അമ്മത്രേസ്യ പറയുന്ന ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ അച്ഛൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്? അവനെ കാണാൻ നമുക്ക് എത്രമാത്രം ആഗ്രഹമുണ്ടോ അത്രമാത്രം നമ്മൾ അവനെ കാണും. ഹല്ലേലൂയ. പള്ളിയിലേക്ക് വരുന്ന എല്ലാവർക്കും ഒരുപോലെയല്ല ഈശോയെ കാണാനുള്ള ആഗ്രഹം. ആണോ? ഈശോയെ കാണാനുള്ള ആഗ്രഹത്തെക്കാൾ ചില സമയങ്ങളിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ചില സമയങ്ങളിൽ വേറെ ചില ആഗ്രഹങ്ങളാണ്. എന്താണ്? 13 ആഴ്ചയായി വസ്തു ഇടപാട് നടക്കണം. ചേട്ടൻ പള്ളിയിൽ പോകുന്ന എന്തിനാണ്? വസ്തു ഇടപാട് നടക്കണം. അങ്ങനെ ഒരു ഇന്റൻഷൻ, നിയോഗമുണ്ട് എന്നത് തെറ്റല്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമാത്രം ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്രമാത്രം നമ്മൾ ഈശോയെ കാണും. അപ്പൊ അച്ഛൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ, നമുക്ക് മറ്റ് നിയോഗങ്ങളൊക്കെ ഉണ്ട്. കല്യാണം നടക്കണം, ദേശത്ത് പോകണം, അല്ലെങ്കിൽ കടബാധ്യത മാറണം, വീട് പണിയണം, കല്യാണം നടക്കണം, ജോലി കിട്ടണം, പരീക്ഷ പാസ്സാവണം, നിയോഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിടിച്ചോ, ഒക്കെ പോക്കറ്റിലിട്. എന്നിട്ട് ഹൃദയത്തിൽ അതെല്ലാം നിങ്ങൾ പോക്കറ്റിലിട്. നിയോഗങ്ങളൊക്കെ എവിടെ ഇട്? പോക്കറ്റില്ലാത്തവർ പേഴ്സിലിട്. ഇട്ടിട്ട് ഹൃദയത്തിൽ എനിക്ക് ഈശോയെ കാണണമെന്ന ആഗ്രഹം കൊണ്ടുപോവാം. അപ്പോ മദ്രസ പറയാണ്, നിങ്ങൾ എത്രമാത്രം ഈശോയെ കാണണമെന്നാഗ്രഹിക്കുന്നുണ്ടോ അത്രമാത്രം അവനെ നമ്മൾ തിരിച്ചറിയും, അനുഭവിക്കും. അല്ലെങ്കിൽ നമ്മുടെ നിയോഗങ്ങൾ മുഴുവൻ ഹൃദയത്തിലും ഈശോ പോക്കറ്റിലുമായിരിക്കും. നമ്മൾ ഈശോയെ കാണാതിരിക്കുന്നതിൻ്റെയും അനുഭവിക്കാതിരിക്കുന്നതിൻ്റെയും കാരണം അച്ഛനടക്കം ഈശോയെ കാണാനുള്ള ആഗ്രഹം ഈശോ ആഗ്രഹിക്കുന്ന അത്രയും നമ്മളിലായിട്ടില്ല. ഈശോയെ അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള നമ്മുടെ ആത്മാവിൻ്റെ തേങ്ങൽ ഈശോ ആഗ്രഹിക്കുന്ന അത്രയും നമ്മൾക്കായിട്ടില്ല എന്നതാണ്. നമ്മൾ വളരെ കുറച്ച് മാത്രം ഈശോയെ കാണുന്നു, വളരെ കുറച്ച് മാത്രം ഈശോയെ കേൾക്കുന്നു, വളരെ കുറച്ച് മാത്രം ഈശോയെ അനുഭവിക്കുന്നു. ഈശോ പൂർണ്ണമായിട്ടും ഇവിടെയുണ്ട്, പക്ഷെ എനിക്ക് കുറച്ച് മാത്രം കിട്ടി. ഈശോ തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തക്ക വിധം അത്രമാത്രം അധികമായി അവന് വേണ്ടി ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഒന്ന് ഏറ്റു പറഞ്ഞേ, ഈശോ തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തക്ക വിധം അത്രമാത്രം അധികമായി അവന് വേണ്ടി ആഗ്രഹിക്കുക. നമ്മുടെ ആഗ്രഹം നോക്കിയിട്ടാണ് ഈശോ തന്നെ വെളിപ്പെടുത്തുന്നത്.
ഹല്ലേലൂയ. യെസ്, അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. കണ്ണുകളടക്കം.